ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഐക്കാർഡിലും അതുപോലെ പിൻ കമൻറ്റായിട്ടും കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. മഹിമ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ചന്ദ്രമതിയുടെ. ഇവിടെ ആരും ഇല്ലെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി ഓടി വരികയും വർഷ ദാ നിന്റെ അമ്മ വന്നു, അയ്യോ നിന്റെ മമ്മി വന്നു, വേഗം വാ എന്ന് പറയണം. അപ്പോഴേക്കും രേവതി വെള്ളം കൊണ്ടുപോകാ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ മൊത്തം ജഗ പുകയൊക്കെയാണ് കേട്ടോ. അപ്പോഴേക്കും വർഷ വരുന്നുണ്ട്. മമ്മി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണേ. അങ്ങനെ ചന്ദ്രമതി വർഷയും ശ്രീകാന്തും അതുപോലെ മഹിമയും കൂടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയും സുധിയും കൂടി ചേർന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എന്തോ വലിയ ബാഗൊക്കെ ആയിട്ടാണല്ലോ വന്നതെന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നതായിരിക്കുന്നു ശ്രുതിയും. തുടർന്ന് എന്താ അമ്മ ഒറ്റയ്ക്ക് വന്നത്, അച്ഛൻ വന്നില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അതെ ഞാനും ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, എന്താ അവർ വരാണ്ടിരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചന്ദ്രമതിയും ചോദിക്കുകയാണ്. അവർക്ക് ജോലിയുണ്ട് അതുകൊണ്ടാണെന്ന് മഹിമ പറയുമ്പോഴേക്കും ശരി അവർക്ക് സമയം കിട്ടുമ്പോൾ വരട്ടെ. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വെള്ളമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തിന്റെ അച്ഛൻ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉണ്ട്, പുറത്ത് ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഞാൻ വിളിക്കാം എന്നേ. പക്ഷെ അതിനിടയിൽ കൂടെ ചന്ദ്രമതി കയറിയിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വിളിച്ചിട്ട് വരികയാണേ. തുടർന്ന് വർഷ വയ്ക്കുന്നുണ്ട്, അല്ല അമ്മ എന്തൊക്കെ ഓരോ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് വന്നിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് മഹിമ പറയുമ്പോഴേക്കും ഞാനെന്താ സിക്കായിട്ടിരിക്കുകയാണോ. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷേ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ആന്റി മേടിച്ചിട്ട് വന്നതാണ്. ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പോഴേക്കും ശ്രുതിയും സുധിയും കൂടി അങ്ങോട്ട് വരുമ്പോൾ മഹിമയ്ക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെ ഉണ്ട്. ശ്രുതിയെ പരിചയപ്പെടുത്തുമ്പോഴേക്കും അറിയാം നിന്റെ സ്വന്തം വീട് മലേഷ്യ ആണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ അവിടെയാണെന്ന് ശ്രുതി പറയാണ്. മമ്മി അവളുടെ അച്ഛൻ മലേഷ്യയില് ഫിനാൻസ് കമ്പനിയും അതുപോലെ ഹോട്ടലൊക്കെ നടത്തുന്നുണ്ട്. ഇതാ ചേച്ചി സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലറൊക്കെ നടത്തുന്നുണ്ട്, ഒരു ദിവസം പോവാ എന്നുള്ള കാര്യം പറയണേ. അപ്പോ ശ്രുതിയുടെ മുഖം ഒന്ന് വല്ലാതാവുന്നുണ്ട്. അത് മഹിമ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പോകുന്നത് നോക്കാം എന്ന് പറയണേ. അപ്പോഴേക്കും രവി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. വർഷയുടെ അച്ഛൻ വന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചന്ദ്രമതിയാണ് ഉത്തരം പറയുന്നത്. അവര് ഓഫീസിൽ പോയിരിക്കുകയാണ്, വർക്കുണ്ടല്ലോ, പിന്നെ ഒരു ദിവസം വരും. അപ്പോഴേക്കും മഹിമ കൊണ്ടുവന്നിരിക്കുന്ന തട്ടും അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ അതിനകത്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അയ്യോ ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട രേവതി നീ ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് രേവതിയെ കൊണ്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെപ്പിക്കുകയാണ്. തുടർന്ന് മഹിമ പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റില്ല, അവളായിട്ട് അവളുടെ ജീവിതം തെരഞ്ഞെടുത്തു, അവള് സന്തോഷമായിട്ടായിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ എങ്ങനെയാണെങ്കിലും അവൾ വന്ന ദിവസം തന്നെ റൂമിന് പ്രശ്നം വന്നല്ലോ. അയ്യോ അതൊക്കെ തീർന്നല്ലോ, ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ കടമ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടായെന്നുള്ള കാര്യം പറഞ്ഞിട്ട് കയ്യിലുള്ള ഒരു ബാഗ് തുറന്നിട്ട് അതിനകത്ത് കുറെ സ്വർണ്ണം ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴേക്കും ചന്ദ്രമതിയുടെ കണ്ണിങ്ങനെ തുറച്ചു നോക്കുവാണ്. മൊത്തത്തില് 50 പവൻ വരും. മമ്മി ഈ സ്വർണ്ണമൊക്കെ എന്നുള്ള കാര്യം ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും എല്ലാം നിനക്ക് വാങ്ങിയതാണ്, ഈ കളക്ഷനൊന്നും അമ്മയെ ഞാൻ വീട്ടിൽ കണ്ടിട്ടില്ലല്ലോ, ശ്രുതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കല്യാണത്തിനൊന്നും ചെയ്തിട്ടില്ല, ഇതില് 50 പവൻ സ്വർണ്ണാഭരണങ്ങളുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയുടെ മുഖം ഒന്ന് കാണണം കേട്ടോ. 100 വോൾട്ട് ബൾബ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുവാണേ. അങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് 50 പവനോ എന്നിട്ടോ. അതെ 50 പവൻ, ഇതിൽ കൂടുതൽ സ്വർണം വീട്ടിലിരിപ്പുണ്ട്, അത് ഞങ്ങൾ വന്ന് കൊണ്ടു കൊടുക്കുന്നു പറയാണേ. അപ്പോഴേക്കും ഈ സ്വർണം കാണുമ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നത് ഈ പെണ്ണുങ്ങൾ എന്താ വന്നിട്ട് ഇത്രയും സ്വർണ്ണമൊക്കെ കൊടുക്കുന്നത്, ഇവൾക്ക് ഞാൻ എന്നേക്കാൾ കൂടുതൽ മര്യാദയായിരിക്കുമല്ലോ ഇനി ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പോഴേക്കും രേവതി ഫ്രൂട്ട്സ് ഒക്കെ തട്ടിൽ വെച്ചിട്ട് അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ മുകളിൽ തന്നെ സ്വർണം കൂടി വെക്കുകയാണേ. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അയ്യോ എന്തിനാ ഇതൊക്കെ, ഞങ്ങൾ ഇതൊന്നും ചോദിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചോദിച്ചില്ല, പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ ചന്ദ്രമതി മേടിക്കാൻ വേണ്ടി ധൃതി പിടിച്ചിട്ട് അങ്ങ് എണീറ്റ് നിൽക്കുന്ന സമയത്ത് ഇരിക്കാൻ വേണ്ടി പറയാനുണ്ട് രവി. തുടർന്ന് രവി മഹിമയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ സ്വർണ്ണമൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഞങ്ങളുടെ മകൾക്ക് കൊടുക്കേണ്ടത് ഞങ്ങൾ കൊടുത്തല്ലേ തീരൂ, അതല്ലേ സമ്പ്രദായം. സ്വർണവും പണമൊക്കെ വാങ്ങുന്നത് എപ്പോഴാ സമ്പ്രദായമായി മാറിയത്, അതൊന്നും ഞങ്ങൾക്ക് പഴക്കമുള്ള കാര്യമില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട എന്ന് പറയാനുണ്ട് രവി. ഇത് ഞങ്ങൾ വർഷയ്ക്ക് വേണ്ടി വാങ്ങിയതാ എന്നുള്ള കാര്യം മഹിമ പറയുന്ന സമയത്ത് അവര് വർഷയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതാന്നുള്ള കാര്യം ചന്ദ്രമതി തുടങ്ങുമ്പോഴേക്കും നിക്ക് ചന്ദ്രേ, ഓൾറെഡി നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടി ചേർന്നിട്ട് സ്വത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മകളുടെ പുറകെ എൻ്റെ മകനെ പറഞ്ഞു വിട്ടതെന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ഈ സ്വർണം മേടിച്ചു കഴിഞ്ഞാൽ അത് സത്യമായിടും, അതുകൊണ്ട് വേണ്ട എന്ന് പറയുമ്പോഴേക്കും മഹിമ പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ വെക്കുന്നത് എന്തിനാണ്, ചില കാര്യങ്ങളൊന്നും അങ്ങനെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് കളയാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം രവി പറയുന്ന സമയത്ത് വർഷയുടെ അച്ഛൻ തന്നെയാണ് ഇതെല്ലാം കൊണ്ടുതരാൻ വേണ്ടി പറഞ്ഞതെന്ന് പറയണേ.
ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം മേടിച്ചു വെച്ചത്. അവളെ വെറും കൈയോട് കൂടി പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് മര്യാദയുള്ളവ? സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ മകൾക്ക് എന്താ കൊടുത്തതെന്നുള്ള കാര്യം ചോദിക്കും. ആ സമയത്ത് ഒന്നും കൊടുത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് തന്നെ അപമാനമാവുന്ന കാര്യമല്ലേ? ഞാൻ ഈ സ്വർണ്ണമൊന്നും ഇടില്ല എന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലേ? പിന്നെ എന്തിനാ ലോക്കർ ഫുള്ള് ഈ സ്വർണം മേടിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനാ മമ്മി ഇതൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും നിനക്ക് മേടിച്ച സാധനങ്ങൾ നിന്റെ കയ്യിലിരിക്കണം. ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത് സ്വീകരിക്കണം. എന്നാലും ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ് കേട്ടോ രവി പറയുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി സ്വർണ്ണാണല്ലോ അതുകൊണ്ട് വേണ്ടാന്ന് പറയോ? അവരുടെ മകൾക്ക് കൊടുക്കുന്നതല്ലേ? അവരുടെ സന്തോഷത്തിന് കൊടുക്കുന്നതാണ്. നമ്മൾ എന്തിനാ അത് തടുക്കുന്നത്? നിങ്ങൾ കൊടുക്കൂ എന്നുള്ള കാര്യം പറയണേ. അപ്പോഴേക്കും രവീന്ദ്രനെ എണീപ്പിച്ച് നിർത്തിയിട്ട് ആ ഫ്രൂട്ട്സും സ്വർണ്ണവും എല്ലാം മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി മേടിക്കുന്നതിന് മുമ്പായിട്ട് പറയുന്നുണ്ട് ഇത് ശ്രീകാന്തിനും വർഷയുടെയും കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിക്കാൻ വേണ്ടി പറയുകയും ചെയ്യാണ്. അങ്ങനെ അവർ മേടിച്ചതിന് ശേഷം ചന്ദ്രമതി അത് കയ്യിലേക്ക് മേടിച്ചിട്ട് ആശീർവാദം മേടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെയും മഹിമ ആശീർവദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും എല്ലാവരോടും ഇരിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയുടെ കണ്ണ് മൊത്തം ആ സ്വർണത്തിന്റെ മേലെയാണേ. തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ എനിക്കെന്തോ ഇതൊന്നും അത്ര ശരിയായിട്ട് തോന്നുന്നില്ല എന്നുള്ള കാര്യം കേട്ടോ. അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്? സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് സ്വർണ്ണമൊക്കെ എടുത്തു വെക്കുന്നത് എല്ലാ അച്ഛനും അമ്മമാരും ചെയ്യുന്ന കാര്യമല്ലേ? നിങ്ങളുടെ മൂത്ത മരുമകൾ വന്ന സമയത്ത് ഒരുപാട് സ്വർണ്ണം ഇട്ടിട്ടായിരിക്കില്ലേ വന്നിട്ടുണ്ടാവുക? അതും മലേഷ്യ ഫാമിലി അല്ലേ? അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ അത് അവരുടെ കല്യാണം വളരെ സിമ്പിളായിട്ട് അമ്പലത്തിൽ വെച്ചിട്ടാണ് നടത്തിയത്. ആ സമയത്ത് അവളുടെ അച്ഛന് വരാൻ വേണ്ടി പറ്റിയില്ല. അവര് മലേഷ്യയിൽ വലിയ ബിസിനസ്മാൻ ആണ്. വലിയ ബിൽഡിംഗ് വരെ വാങ്ങുന്ന കഴിവുള്ള ആൾക്കാരെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എന്തിനാ ആന്റി അതൊക്കെ ഇപ്പൊ പറയുന്നത്? നിന്റെ കാര്യങ്ങൾ പറയണ്ടേ അവരെടുത്ത്? അവര് പൊങ്കൽ വരാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ അതിന് വരും. അവര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 100-150 പവൻ കൊണ്ടു കൊടുക്കും. അവര് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 500 പവന്റെ മേലെ ഇടാൻ വേണ്ടി കഴിയും. പക്ഷേ ഒരു വീട്ടില് ഇത്രയും സ്വർണം വെക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ലിമിറ്റ് ഒക്കെ ഉണ്ടല്ലോ. അല്ലയുടെ സ്തുതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അമ്മേ അളവിൽ കൂടുതൽ സ്വർണം വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവര് കണക്കില്ലാതെ ചെയ്യുമായിരുന്നു. തുടർന്ന് മഹിമ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ രണ്ടാമത്തെ മരുമകൾക്ക് എന്താ ചെയ്തത്? അവൾക്ക് സ്വർണ്ണമൊന്നും അവരുടെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല. ഞങ്ങൾ സ്വർണ്ണം ഇട്ടിട്ടാണ് അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അത് കേൾക്കുന്ന സമയത്ത് രേവതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഓ അങ്ങനെയാണല്ലേ എന്ന് മഹിമ പറയണേ. അതെ എന്ത് ചെയ്യാനാ, ഇവർ കുറച്ച് മുമ്പേ റിട്ടയർഡ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ രക്ഷപ്പെട്ടേനെ. പക്ഷേ റിട്ടയർഡ് ആവുന്നതിന്റെ കുറച്ചു ദിവസം മുമ്പ് റോഡില് വേറെ വണ്ടി ഇല്ലാത്തതുപോലെ ഇവർ ഓടിക്കുന്ന ബസ്സിന്റെ മുമ്പിൽ വന്ന് ചാടി. അതുകൊണ്ടാണ് ഇവൾ ഈ വീട്ടിലേക്ക് വന്നത്. ഇത് കേൾക്കുമ്പോ രവി ചോദിക്കുന്നുണ്ടേ അല്ല ചന്ദ്രേ നീ എന്താ ഈ പറയുന്നത്? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, അവളെ കുറ്റം പറഞ്ഞതൊന്നും അല്ലല്ലോ. ഇത് കേൾക്കുമ്പോ രേവതിക്കും ശ്രീകാന്തിനും ഒക്കെ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട് അവളുടെ വീട്ടില് സ്വർണ്ണം ഇടാനുള്ള കഴിവൊന്നും ഇല്ലല്ലോ. രേവതിയുടെ അമ്മയും പൂ കെട്ടി വെക്കുന്നവളല്ലേ, പൊന്ന് വെക്കുന്നിടത്ത് പൂ വെക്കുന്നുള്ള കാര്യം പറയും. അവര് പൊന്നൊന്നും വെച്ചില്ല, പൂ മാത്രമേ വെച്ചുള്ളൂ. അത് കേൾക്കുമ്പോ രേവതി കരയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു പെണ്ണ് നിങ്ങൾ വരുന്ന സമയത്ത് ഇതെല്ലാം കൊണ്ടിട്ടാണ് വന്നത്. ഒരു പെണ്ണ് വീട്ടിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എന്തെല്ലാം കൊണ്ടുവരുന്നു അതിലാണല്ലോ അവൾക്ക് മര്യാദ കൊടുക്കുന്നത്. അതൊന്നും ഇവൾക്കില്ല. അപ്പോഴേക്കും രവി പറയുന്നുണ്ട് ചന്ദ്രേ മതിയെന്ന്. ഞാനതിന് ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. ഒരുപക്ഷെ ഇവളുടെ അച്ഛൻ ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഇവൾക്ക് കല്യാണം തന്നെ കഴിക്കാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ലല്ലോ. അവരുടെ ജീവൻ കൊടുത്തിട്ടാണ് അവളുടെ മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ട പോലെ ആയിപ്പോ. ഈ അവസ്ഥയിൽ അവരെങ്ങനെ സ്വർണം അണിയിക്കാനാണ്? എന്തോ എന്റെ ഭർത്താവിന്റെ കാരുണ്യത്തിന്റെ പുറത്താണ് അവൾ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവർക്ക് മനസാക്ഷി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കത് നഷ്ടമായി. തുടർന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ടേ രേവതിയുടെ അച്ഛനെ കുറിച്ച് എന്തിനാ ഇപ്പൊ പറയുന്നത്? ആ മനുഷ്യൻ എന്ത് പാപ ചെയ്തത്? അവര് ചെയ്ത പാപം കൊണ്ടാണല്ലോ ആവശ്യമില്ലാത്തതൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നത്. പരിതാപത്തിൽ വന്നതോ അല്ലേ അവള്? പരിതാപത്തിൽ വന്നു എന്നോ? നീ എന്താ ചന്ദ്രേ പറയുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോ രേവതി ശരിക്കും അവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ. പക്ഷെ മഹിമയാണെങ്കിൽ രേവതിയെ നോക്കി ചിരിക്കുകയാണേ. അങ്ങനെ രേവതി നടന്നു പോയിട്ട് റൂമിൽ കയറിയിട്ട് വാതിലടയ്ക്കാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് ഇവരെല്ലാവരും പോയി കഴിഞ്ഞിട്ട് രേവതി പൂജാമുറിയിൽ ഇരിക്കുകയാണേ. അപ്പോഴേക്കും ചന്ദ്രമതി രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടേ. പൂജാമുറിയിൽ രേവതി ഇരിക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ടേ നീ എന്താടി ഇവിടെ വന്നിരിക്കുന്നത്? പക്ഷെ രേവതി ഒന്നും മിണ്ടുന്നില്ലേ. നിന്റെ അടുത്താണ് ഞാൻ പറയുന്നത്, നീ എന്താ ഇവിടെ കുറ്റിയും പറിച്ച് ഇവിടെ ഇരിക്കുന്നത്? ജോലിയെല്ലാം അങ്ങനെ തന്നെ അവിടെ കിടക്കുവാണല്ലോ, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണേ രേവതി. നീ എന്താ അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നത്? വേഗം പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക്. അതിനുവേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്, അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്താ നീ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എന്താ അമ്മേ ഇവിടെ വേറെ ആരുമില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? മറ്റുള്ളവരടുത്തും ചെയ്യാൻ വേണ്ടി പറയേണ്ടതല്ലേ? ഇത് മാത്രം എന്തിനാ എന്റെ അടുത്ത് പറയുന്നത്? എന്താടി കുറച്ച് ശബ്ദം കൂടുന്നുണ്ടല്ലോ, എന്താ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലേ? സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പോലും വലിയ വീട്ടിലെ പെണ്ണാവണമെന്നുണ്ടോ? അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വായടപ്പിച്ചിട്ട് മൂലക്കിലിരുത്തും, അങ്ങനെയല്ലേ?
തുടർന്ന് പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് രേവതി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വർഷ വരുന്നുണ്ട്. എന്താ ആന്റി, ചേച്ചി എന്തിനാ ദേഷ്യം പറയുന്നത്? അതൊന്നുമില്ല രേവതി, നീ പോയിട്ട് ജോലി നോക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ല, എല്ലാ ജോലിയും ചെയ്തിട്ട് അവസാനം നിങ്ങളുടെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കണം, അങ്ങനെയല്ലേ? ഞാൻ നല്ല രീതിയിൽ പറയുന്നു. നിനക്കെന്താ കുറച്ച് കുഴപ്പം കൂടുതലാണോ? എന്താണ് നിന്റെ പ്രശ്നം? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരാള് മിണ്ടാതിരുന്നെന്ന് കരുതിയിട്ട് എന്ത് വേണമെങ്കിലും പറയാന്നാണോ? എന്നെ കുറിച്ചിട്ട് മോശപ്പെടുത്തി സംസാരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ലേ? അപ്പോഴേക്കും ശ്രുതി വരുന്നുണ്ട് കേട്ടോ. രേവതി, നീ എന്താ ആന്റീൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുന്നത്, അതിന്റെ ഇടയിൽ ആരും കയറണ്ട എന്ന് പറയണ രേവതി. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, നീ എന്തിനടി അവളെ വരട്ടുന്നത്? നിനക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, ഞാനൊന്നും മിണ്ടാതെ എന്റെ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാവശ്യമില്ലാതെ. അപ്പോഴേക്ക് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. രേവതി, എന്താ മോളി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവര് പറഞ്ഞതൊക്കെ അച്ഛനും കേട്ടിട്ടില്ലായിരുന്നോ? എന്നെ കുറിച്ചിട്ട് ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ മിണ്ടാതിരിക്കും. പക്ഷെ എന്റെ അച്ഛനെ കുറിച്ചിട്ട് എന്തിനാ ഇവർ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? എന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സാമിയെ പോലെയാണ്. ഞങ്ങളുടെ അച്ഛനെ 3-4 പേരെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ മോശപ്പെടുത്തി സംസാരിച്ച ഞാൻ ഇതെല്ലാം കേട്ടിട്ട് എങ്ങനെയാ വെറുതെ ഇരിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ അച്ഛൻ ചെയ്തത്? കഴിവില്ലാത്ത വീട്ടിൽ ജനിച്ചിരിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? എന്താടി എല്ലാവരുടെ മുമ്പിൽ കരഞ്ഞു കാണിച്ചിട്ട് മറ്റുള്ളവരുടെ സിമ്പതി പഠിച്ചു പറ്റാനാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ആരുടെയും സിമ്പതി ആവശ്യമില്ല. ഞാൻ സംസാരിക്കാതെ ഒരു മൂലക്കിലിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാ സൂചി എടുത്ത് കുത്തുന്നത് പോലെ എന്നെ വാക്കുകൊണ്ട് നോവിക്കുന്നത്? കണ്ടല്ലോ നിങ്ങളല്ലേ പറഞ്ഞത് വളരെ നല്ല മരുമകളാണ്, സമാധാനപരമായിട്ടുള്ള മരുമകളാണെന്നൊക്കെ. ഇപ്പൊ കണ്ടില്ലേ നടു വീട്ടിൽ നിന്നിട്ട് അവള് താണ്ടവാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ടേ, നീ പറഞ്ഞ വാക്കിന് പിന്നെ അവൾ എന്താ ചെയ്യേണ്ടത്? ഞാനതിന് എന്താ പറഞ്ഞത്? ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. വർഷയുടെ അമ്മ ആരെല്ലാം എന്തെല്ലാം സ്വർണ്ണം ഇട്ടിട്ടാ വന്നതെന്നുള്ള കാര്യം ചോദിച്ചു. ഞാൻ അതിന് മറുപടി കൊടുത്തു. ഇത് കേൾക്കുമ്പോ രവി, അത് എന്ത് തരത്തിലാണ് നീ പറഞ്ഞെന്നുള്ള കാര്യം ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോഴേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ, പക്ഷെ നീ കേട്ടോ? തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മ എന്തിനാ ചേച്ചിയുടെ അച്ഛനെ കുറിച്ച് സംസാരിച്ചത്? എനിക്ക് തന്നെ വല്ലാതെ വിഷമം തോന്നിയെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വർഷയും പറയുന്നുണ്ട്, ശ്രീകാന്ത് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്റെ അമ്മ കാഷ്വൽ ആയിട്ട് ചോദിച്ചതാണ്. അതില് ഒരു 1 or 2 ലൈൻസിൽ ആൻസർ പറയായിരുന്നു. അതിന് ആന്റി എന്തിനാ രേവതി ചേച്ചിയെ ഇത്രയും ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. അപ്പോഴേക്കും ചന്ദ്രമതി, അയ്യോ വർഷമോളെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. നിനക്ക് ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് മുഴുവൻ കാര്യങ്ങളും അറിയില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, എന്ത് സത്യം നിങ്ങൾ പറഞ്ഞത്? എന്താണ് സത്യം? എന്റെ അച്ഛൻ പാപം ചെയ്തു എന്നും വണ്ടിക്ക് മുമ്പ് വന്ന് ചാടി അതുകൊണ്ടാണ് ഈ കല്യാണം നടന്നെന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ? അതെ, നീ എന്താ അതല്ലാന്നുള്ള കാര്യം പറയാൻ പോവാണോ? അതുകൊണ്ടല്ലേ നിനക്ക് കല്യാണം നടന്നത്? ഓഹോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ കല്യാണം ആരുമായിട്ട് ഉറപ്പിച്ചത്, ആര് എന്ത് ചെയ്തു എന്നുള്ള കാര്യം കൂടി കൂട്ടി പറയേണ്ടെന്നുള്ള കാര്യം ചോദിക്കുകയാണെ. നമ്മുടെ ശ്രുതി ചെയ്ത കാര്യങ്ങളെ കുറിച്ചും കൂടി വ്യക്തമായിട്ട് പറയേണ്ടതായിരുന്നു അന്ന് നമ്മുടെ രേവതി അങ്ങോട്ട് ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്രയുടെ അടുത്ത്. അപ്പൊ ചന്ദ്രമതിക്കൊന്നും പറയാനില്ലേ? അതൊന്നും നിങ്ങൾക്ക് പറയണമെന്ന് തോന്നിയില്ലല്ലോ. പക്ഷെ എന്റെ വീട്ടുകാരെ കുറിച്ചിട്ടും എന്റെ അച്ഛനെ കുറിച്ചിട്ടും എപ്പോഴും തരംതാത്തി സംസാരിക്കും. ഞാനും എത്രന്ന് വെച്ചിട്ടാണ് സഹിക്കുന്നത്. എന്റെ അച്ഛനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് ആരാണെങ്കിലും ശരി, ഞാൻ നോക്കി നിൽക്കില്ല. നീ എന്ത് ചെയ്യടി എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ചന്ദ്ര, നീ എന്ത് ചെയ്യും? അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ചന്ദ്രേ, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങൾ ആദ്യം അവളുടെ അടുത്ത് പറ. എന്റെ അടുത്ത് മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നു. മര്യാദ എന്ന് പറയുന്നത് നമ്മുടെ വയസ്സിന് കിട്ടുന്നതല്ല. അത് തിരിച്ചു കൊടുത്താൽ, അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ തിരിച്ച് അതുപോലെ കിട്ടുള്ളൂ. നീ സംസാരിക്കുന്ന രീതി അങ്ങനെയാണ്. വർഷയുടെ അമ്മ ഉണ്ടായത് കൊണ്ടാണ് ഞാനും മിണ്ടാതിരുന്നത്. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ, അമ്മ പറഞ്ഞത് വളരെ തെറ്റാണ്. ചേച്ചിയെ അതെന്തോരം ഹേർട്ട് ചെയ്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് ശ്രുതി ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ, അല്ലടാ, അമ്മ സാധാരണയായിട്ട് പറഞ്ഞതാണ്, അതിനെന്തിനാ ഈ പെണ്ണിവിടെ കിടന്നിട്ട് തുള്ളുന്നത്? ഇത് കേട്ട ശ്രീകാന്ത്, ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരില്ലേ? അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് കേട്ടോ, കറക്റ്റാണ് ശ്രീകാന്ത്, ചേച്ചി ഇതുവരെ ഇത്ര ഇമോഷണൽ ആയിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആന്റി, നിങ്ങളുടെ മേലാണ് ഫുള്ള് തെറ്റെന്നുള്ള കാര്യം മുഖത്ത് നോക്കി പറയണം കേട്ടോ വർഷ ചന്ദ്രയുടെ. ഇത് കേട്ടിട്ട് ആകെ ബ്ലിങ്കസിയ പോലെ നിൽക്കുന്നുണ്ട് ചന്ദ്രമതി. അപ്പോഴേക്ക് രവിയും പറയുന്നുണ്ട്, കേട്ടല്ലോ, കാണുന്ന എല്ലാവർക്കും അറിയാം ആരുടെ മേലെ തെറ്റുള്ള എന്നുള്ള കാര്യം. അപ്പോഴേക്കും ചന്ദ്രമതി, എന്ത് തെറ്റാ ഞാൻ അതിന് മാത്രം ചെയ്തത്? ഞാൻ പറഞ്ഞ കാര്യത്തില് ഒരു കാര്യമെങ്കിലും കള്ളുണ്ടായിരുന്നോ? ഇവളെന്താ വരുന്ന സമയത്ത് അവളുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണമൊക്കെ ഇട്ടിട്ടാണോ വന്നത്? നമ്മളല്ലേ ഇട്ടിട്ട് അവളെ കൂട്ടിക്കൊണ്ടു വന്നത്? അല്ലെങ്കിൽ അവൾ ഒരു പൊടി സ്വർണം പോലും ഇല്ലാണ്ടല്ലേ ഇങ്ങോട്ട് കയറി വരിക? ഇവളുടെ അച്ഛൻ എന്താ ഇവൾക്ക് സ്വർണ്ണം എല്ലാം ചേർത്ത് വെച്ചതിന് ശേഷമാണോ പോയി ചത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മയെന്ന് പറഞ്ഞ ഒറ്റ വിളിയാണ് കേട്ടോ രേവതി. ഇത് കേൾക്കുമ്പോൾ കണ്ണു തൂർച്ചിങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ ചന്ദ്രമതി. ഇപ്പൊ എന്താ നിങ്ങൾക്ക് സ്വർണ്ണല്ലേ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് രേവതി റൂമിലേക്ക് കയറിയിട്ട് വാതിലടക്കുകയാണ്. എന്താടി ചോദിച്ചിട്ട് നീ നിന്റെ പാട്ടിന് പോയത്? ഇപ്പൊ നിന്ന് സംസാരിക്കേണ്ടതല്ലേ? എന്താ നിനക്ക് മറുപടി പറയാനില്ലേ? എന്താ ഉന്മ കുത്തുന്നുണ്ടോ? ഇപ്പൊ വന്ന് നീ സംസാരിക്കടി, ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറയണേ നമ്മുടെ രേവതി ഉള്ളിൽ കയറി വാതിലടച്ചതിന് ശേഷം. ചന്ദ്രേ, നീ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കോ? ആ പെൺകുട്ടി എന്തോരം വിഷമിച്ചിട്ടാണ് അങ്ങനെ സംസാരിച്ചെന്ന് അറിയോ? അവൾ നടിക്കുകയാണ്. വർഷയും അതുപോലെ
ശ്രുതിയും ഞാൻ ഭയങ്കര പൊക്കി പറയുന്നുണ്ടല്ലോ, അതിന് അസൂയാണ് അവൾക്ക്. ഇത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ട്, നിനക്ക് നല്ലതൊന്നും ചിന്തിക്കാൻ അറിയില്ലേ ചന്ദ്രേ, നിനക്ക് ദിവസം ദിവസം ഞാൻ ബുദ്ധി ഓതിക്കൊണ്ടിരിക്കണം. വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്ന മരുമക്കളെ ഒരുപോലെ കാണാൻ വേണ്ടി പറഞ്ഞ നീ കേൾക്കുവോ? ഞാന് ഒരുപോലെ തന്നെയാണ് കാണുന്നത്, പക്ഷെ അവളെന്തോ വലിയ മഹാറാണിയെ പോലെ വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, മറുപടി ഒന്നും പറയാൻ പറ്റാതെ അവള് ഉള്ളിൽ പോയിട്ട് കഥകടച്ചു. ആ കറക്റ്റ് സമയത്ത് വാതിൽ തുറന്നിട്ട് സാരി ഇങ്ങനെ ഷോൾഡറിലൂടെ പുതച്ചിട്ടാണ് കേട്ടോ നമ്മുടെ രേവതി പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് അവളുടെ മേലുണ്ടായിരുന്ന, കാരണം ഇവരിട്ടിരിക്കുന്ന എല്ലാ സ്വർണവും ഊരിയിട്ട് ടേബിളിന്റെ മേലെ വെക്കുകയാണ്. എനിക്ക് സ്വർണ്ണം ഇട്ടിട്ട് നിങ്ങൾ എന്നെ കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നു, അതല്ലേ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ സ്വർണം ഒന്നും എനിക്ക് വേണ്ട. കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എനിക്കിട്ട് തന്നിരിക്കുന്ന സ്വർണം എല്ലാം ഇവിടെ ഉണ്ട്, എനിക്ക് ഇതൊന്നും വേണ്ട എന്ന് പറയണേ. ആ സമയത്താണ് സച്ചി അങ്ങോട്ട് കയറി വരുന്നത്. സച്ചി ഇത് കണ്ടിട്ട് കയറി വരുന്നത്, എന്താ രേവതി, എന്താ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇവിടെ? സച്ചി എന്നിട്ട് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? എന്തിനാ എല്ലാം എന്റെ മുഖത്ത് നോക്കി നിൽക്കുന്നത്? തുടർന്ന് രവി പറയുന്നുണ്ട്, രേവതി മോളെ പറയുന്നത് കേക്ക്, ഈ സ്വർണ്ണം എല്ലാം എടുത്തിട്ട് അണിയേ. വേണ്ട അച്ഛാ, ഈ സ്വർണത്തിന്റെ പേരിലല്ലേ എല്ലാവരുടെ മുമ്പിൽ എന്നെ ഇങ്ങനെ പറയുന്നത്, എനിക്കിത് വേണ്ട എന്ന് പറയുമ്പോ സച്ചി ചോദിക്കുന്നുണ്ട്, ആരെന്ത് പറഞ്ഞു എന്ന്? ചോദിക്കുന്നത് കേട്ടില്ല രേവതി, പറ എന്ത് പറയണമെന്ന്. ഈ വീട്ടില് എനിക്ക് കിട്ടുന്ന മര്യാദ എന്താന്നുള്ള കാര്യമാണോ ഞാൻ പറയേണ്ടത്? മറ്റു മരുമക്കള് അവരുടെ വീട്ടിൽ നിന്നും സ്വർണം ഇട്ടിട്ട് വന്നു, എന്നെ മാത്രം ഈ വീട്ടിൽ നിന്ന് സ്വർണം ഇട്ടിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. കാരണം ഞങ്ങൾ ഒന്നുമില്ലാത്തവരാണല്ലോ. എന്റെ അച്ഛൻ ട്രെയിനിന്റെ അടിയിൽപ്പെട്ട് മരിച്ചത് കൊണ്ട് എനിക്ക് പരിതാപ കല്യാണം നടന്നതാണ്. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ രേവതി. അങ്ങനെയല്ല എന്റെ കല്യാണം നടന്നത്, അങ്ങനെ പരിതാപപ്പെട്ടിട്ട് തരുന്ന സ്വർണ്ണമൊന്നും എനിക്ക് വേണ്ട. ഇത് കേൾക്കുമ്പോ സച്ചിക്ക് ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട് കേട്ടോ. സച്ചി ഒരു നോട്ടം നോക്കുന്നുണ്ട് ചന്ദ്രമതിയെ. അത് കഴിഞ്ഞിട്ട്, അച്ഛ എന്താ ഇത്? നിന്റെ അമ്മയ്ക്ക് എത്ര ഓതി കൊടുത്തിട്ടും കാര്യമില്ല, അവള് നന്നാവില്ല. എന്താ നിങ്ങളുടെ കാശിന് എന്തോ സ്വർണം മേടിച്ചു കൊടുത്തതുപോലെ സംസാരിക്കുന്നു? എന്റെ അച്ഛൻ അവരുടെ കാശ് കൊണ്ട് മേടിച്ചു കൊടുത്തതാണ്, അതില് നിങ്ങൾക്ക് എന്താ പ്രശ്നം? രേവതി, നീ ഇവര് പറയുന്നത് കേട്ടിട്ട് ഇങ്ങനൊന്നും ചെയ്യരുത്, ഇതെല്ലാം അച്ഛൻ ഇട്ടതാണ്. എടുക്കാൻ വേണ്ടി പറയുമ്പോ വേണ്ട, വീട്ടിൽ വരുന്നവരെടുത്തൊക്കെ വീണ്ടും ഇവളെ പരിതാപപ്പെട്ടിട്ട് വീട്ടിൽ നിന്ന് സ്വർണം ഇട്ടിട്ടാ കൂട്ടിക്കൊണ്ടുവന്നുള്ള കാര്യം പറയാനോ? എനിക്ക് വേണ്ട എന്ന് പറയാണേ. തുടർന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താടി എല്ലാവരുടെ മുമ്പിലും നീ ഡ്രാമ കളിക്കാണോ? ഭയങ്കര ആരവത്തോട് കൂടിയിട്ട് നീ എല്ലാ സ്വർണവും കൊടുത്ത പോലെ പറയുന്നു. നിനക്ക് താലിയും അതിന്റെ കൂടെ മണിയൊക്കെ ഇട്ടത് ഞങ്ങൾ തന്നെയാന്നുള്ള കാര്യം പറയുമ്പോ അറിയാമേ നിങ്ങൾ ഇത് പറയൂ എന്നുള്ള കാര്യം. ഇതാന്ന് പറഞ്ഞിട്ട് അതും കൂടി അവിടെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ രേവതി. നിങ്ങൾ തന്ന ഒരു സ്വർണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം കാണുമ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇത്? ഒരു വിവാഹം കഴിഞ്ഞ പെൺകുട്ടി സുമംഗലി ഒരിക്കലും താലി ഇല്ലാണ്ട് നിൽക്കാൻ പാടില്ല. ആദ്യം നീ അതിട്ട് എടുത്ത് അണിയ മോളെ, പറയുന്നത് കേക്ക് മോളെ. പേടിക്കണ്ട അച്ഛാ, നിങ്ങളുടെ മകൻ എന്റെ കഴുത്ത് കെട്ടിയ താലി ഇപ്പോഴും എന്റെ കഴുത്തിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സാരിയൊക്കെ മാറ്റിയിട്ട് ആ മഞ്ഞ ചരട് കാണിച്ചു കൊടുക്കുകയാണ്. രവിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്താ മോളെ ഇത് മഞ്ഞ കയറ് കെട്ടിയിരിക്കുന്നത്? ഞങ്ങളുടെ കഴിവിന് ഞങ്ങൾക്ക് ഒരിക്കലും തങ്കത്തിൽ താലിയിട്ട് നടക്കാൻ വേണ്ടി കഴിയില്ല അച്ഛാ. പറയുന്നത് കേക്ക് മോളെ, ഇവളുടെ സംസാരം ഒന്നും മോള് വലിയ കാര്യമായിട്ട് എടുക്കരുത്. ഇവളുടെ വായെ കുറിച്ചിട്ട് മോൾക്കറിയില്ലേ? ഇല്ല അച്ഛാ, ഓരോ തവണയും ഞാൻ എല്ലാവരുടെ മുമ്പിലും അപമാനപ്പെട്ട് നിൽക്കുവാണ്. എന്നെ കുറിച്ച് സംസാരിച്ച വരെ ഞാൻ ക്ഷമിക്കും, പക്ഷേ എന്റെ അച്ഛൻ മരിക്കുന്നത് വരെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അവരെ അപമാനിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് ചുമ്മാ ഇരിക്കാൻ വേണ്ടി പറ്റില്ല അച്ഛാ. ഇതെല്ലാം കേട്ടതിന് ശേഷം രവി ചന്ദ്രമതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പൊ നിനക്ക് സന്തോഷായോ? ആ പെൺകുട്ടി കഴുത്തിൽ താലി പോലും ഇല്ലാണ്ട് നിൽക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാനെന്തോ സാധാരണ പറയുന്ന പോലെ പറഞ്ഞു, അവളത് വലിയതാക്കി എടുത്തു. ഇപ്പൊ ആരാ ഇതൊക്കെ ചോദിച്ചത്? താലി എടുത്തിട്ട് ഇടാൻ വേണ്ടി പറ അവളെടുത്ത്. ഇത് കേൾക്കുമ്പോ രേവതി വേണ്ടെന്ന് പറയണം കേട്ടോ ഒച്ചത്തില്. ഇനി എന്റെ ശരീരത്തിൽ ഒരു സ്വർണ്ണാഭരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ ഭർത്താവ് നയിച്ചിട്ടുള്ള ആ പൈസ കൊണ്ടായി. അതിനെ ആരും ചോദ്യം ചെയ്യാൻ വേണ്ടി വരില്ലല്ലോ. നിങ്ങൾ തന്നിരിക്കുന്ന ഒരു സ്വർണവും എനിക്ക് വേണ്ട, ഇതിനേക്കാൾ കൂടുതൽ എന്റെ ഭർത്താവ് എനിക്ക് മേടിച്ചു തരും. രേവതി, നീ ആ താലിയെങ്കിലും എടുത്ത് കോക്കാൻ വേണ്ടി പറയുമ്പോ ഇല്ല അച്ഛാ, എനിക്ക് അതും എന്റെ ഭർത്താവ് സമ്പാദിച്ച് മേടിച്ചു തരട്ടെ. അവരുടെ കാശിൽ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. അത് ആരും പരിതാപം എന്നുള്ള കാര്യം പറയില്ലല്ലോ. എന്നാണ് എന്റെ ഭർത്താവ് സമ്പാദിച്ചിട്ട് താലിയും അതിന്റെ കൂടെ മണിയും ഒക്കെ മേടിച്ചു തരുന്നത്, അന്നേ ഞാൻ താലി സ്വർണത്തിൽ ഇടുള്ളൂ എന്ന് പറഞ്ഞ് രേവതി അവിടുന്ന് പോകുന്നുണ്ട്. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് പറയുന്നത്, ഈ കമ്മലും വളയും എനിക്ക് അച്ഛമ്മ മേടിച്ചു തന്നതാണ്, ഇതിന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങളുടെ എല്ലാ സ്വർണവും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനു മേലെ എന്റെ അച്ഛനെ കുറിച്ചിട്ടോ എന്റെ കുടുംബത്തെ കുറിച്ചിട്ടോ ആരെങ്കിലും പറഞ്ഞാ ഞാൻ മനുഷ്യനായിട്ട് ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ രേവതി. ഇത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതി ശരിക്കും വെടികൊണ്ട പന്നിയെ പോലെ നിൽക്കുവാണ് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്